അമ്മേ ഇത് ഏച്ചി വരുന്ന നിന്റെ ചെടി നനക്കല് കഴിഞ്ഞിട്ടില്ല? അതെല്ലാം കഴിഞ്ഞ്. ഏച്ചി തിന്ന ബാഗല്ലായിട്ട് എന്നാ ഞാൻ വന്നത് എനിക്ക് ഇഷ്ടായിട്ടില്ല. ഒന്ന് പോയേട്ടെ ഏച്ചി, കയറി വന്നാട്ടെ. ഇതെന്താടി നീ ഒറ്റയ്ക്ക്? മക്കളെ കൊണ്ടുവന്നില്ലേ? ആരുമില്ല, എന്നാ ഒറ്റയ്ക്ക് ഞാൻ വന്നാല്. എന്താ മോളെ മോക്ക് പറ്റിയത്? ഇവള് മക്കളെയൊന്നും കൂട്ടാണ്ടി പെട്ടി നോക്കി വന്നപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അനക്കാട് ഒരു സൗകര്യം തരുന്നില്ല അച്ഛാ. എന്ന് ചോരാടെ ഉണ്ടാ? അയാളാടെ ഉണ്ടായിട്ട് എന്നാ അച്ഛ കാര്യോ? എപ്പൊ അമ്മേന്റെ സൈഡ് വന്നിട്ട് അന്നെ കുറ്റം പറയാൻ മാത്രമേ അയാൾക്ക് സമയമുള്ളൂ. എന്നിട്ടിപ്പോ ആടെ എന്താ സംഭവിച്ചേ? ഓ, ആടെ എന്ത് സംഭവിക്കാനാ? ഞാൻ എന്ത് ചെയ്താലും കുറ്റാ. അതിനിപ്പോ ഏച്ചി എന്നാ ചെയ്യല്? ഒന്ന് പോണേ അടുത്ത്. അച്ഛാ, ഞാൻ തുണി അലക്കിയ പ്രശ്നം. നിന്റെ അമ്മായിയമ്മ എന്ത് പണിയാ കാണിച്ചേ? അതിന് നിനക്ക് തുണി കഴുകാൻ അറിയോ? തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കിയ വരെ ആടെ പ്രശ്നാണ്. അല്ലേച്ചി, സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കാണ്ട് നല്ല പ്രശ്നോ? വായിൽ വെക്കാൻ കൊള്ളൂല്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവും. അവളൊന്ന് പറയട്ടടി. ഇപ്പൊ കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്നോ? സ്വന്തം വീട്ടിൽ ഈ അവസ്ഥയാണെങ്കിൽ ആടത്തെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കറ്റാ. ആദ്യം എന്നാ വേണ്ടെന്നറിയാ, ഭർത്താവിന്റെ വീട് സ്വന്തം വീടായിട്ട് കാണുക. അത് തന്നെയാണ് എന്റെ പ്രശ്നം. സ്വന്തം വീടായിട്ട് കണ്ടുപോയി. സ്വന്തം വീടാന്ന് കരുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നാ ഭർത്താവിന്റെ വീടാന്നുള്ള ബോധവും കൂടെ വേണം. ഇപ്പൊ കാര്യം മനസ്സിലായ? നിങ്ങളൊരു ഒറ്റ ഒരാൾ അതിനൊക്കെ കാരണം. അല്ലേ അതിന് ഞാൻ ചെയ്ത് നീ നിങ്ങൾ അവളെ കൊണ്ട് എന്തെങ്കിലും ജയിപ്പിക്കാൻ വിടലുണ്ടോ? നീ എന്തെന്നാ സീത ഈ പറയുന്നത്? പെണ്ണിനെ അടുക്കള പണിയിട്ട് ഞാൻ പഠിപ്പിക്കാൻ നോക്കിയപ്പോ നിങ്ങൾ അതിനൊക്കെ തടസ്സം പിടിക്കാനാ നോക്കിയേ. ഓള് ചെറിയ കുട്ടിയല്ലേ, പഠിക്കല്ലേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് എന്തായി? ഞാൻ നല്ലത് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അവര് പഠിച്ചൊരു ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാല് വയസ്സാം കാലത്ത് നമുക്ക് ഒരു തുണയല്ലേ എന്ന് ഞാനും വിചാരിച്ചു. ഓളെപ്പോൾ തന്നെയല്ലേ മറ്റുള്ളൂ. ഓള് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വീട്ടിലെ പണിയെടുക്കുന്നുണ്ട്. അമ്മേ, ചേച്ചിയല്ലേ ഈ വീട്ടിലെ ആദ്യത്തെ കൺമണി. അതുകൊണ്ട് അച്ഛൻ പുന്നാരിച്ച് വഷളാക്കി. അതാ സത്യം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആണായാലും പെണ്ണായാലും പഠിപ്പിന്റെ കൂടെ കുറച്ച് അടുക്കള പണിയും കൂടി ഒക്കെ എടുത്ത് പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മോളെ, ഞാൻ വീട്ടിലെ തരാൻ അറിയുന്നത് നീ ഇങ്ങോട്ട് വന്ന വിവരം. ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ? ആടത്തെ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയില്ലേ? അതല്ല ശരിയാവും മോളെ. എനിക്ക് 2 മക്കളിലല്ലേ, അവരെ പറ്റി ഓർക്കണ്ടേ? നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയാലേ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ വീട്ടുകാർക്കും കൂടി ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. മോള് പറഞ്ഞത് ശരിയാ. ഇതൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ ആദ്യം പഠിക്കാൻ ശ്രമിക്കണം. മോളെ, സ്വന്തം വീട്ടിലുള്ളവരെ സ്വഭാവമായിരിക്കില്ല ചെന്ന് കയറി നിൽക്കാം. അതൊക്കെ പരസ്പരം മനസ്സിലാക്കണം. മോളിപ്പോ അച്ഛൻ്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളില്ലേടെ, അയാളൊന്ന് തിരിച്ചു വിളിക്കോലും ചെയ്തിട്ടില്ല. കുട്ടികളി കളിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞ് മോളിപ്പോ അതിനൊപ്പം ചെല്ലും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മക്കളെ പഠിപ്പിക്കേണ്ട പ്രായത്തില് നമ്മൾ തന്നെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. എന്നാ വാച്ചാ, നമുക്ക് പോകാം. ഈലും നല്ലത് ആടെ തന്നെയാന്ന്. എടീ, നീ പോകുന്നതൊക്കെ കൊള്ളാം. എന്റെ മോള് നല്ലൊരു മരുമോളായിട്ടും നല്ലൊരു ഭാര്യയായിട്ടും ഒക്കെ തിരിച്ചു ഇങ്ങോട്ട് കേറിയാ മതി. കേട്ടല്ലോ നീ?